ജർമ്മൻ പഠിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ തെറ്റുപറ്റുന്നത് എവിടെയാണെന്നറിയാമോ? അത് സെന്റൻസ് സ്ട്രക്ചറിലാണ്. പക്ഷേ പേടിക്കണ്ട, വേർബ് ഇസ് കിങ്, അതായത് ക്രിയയാണ് രാജാവ് എന്ന ഒരൊറ്റ നിയമം മതി ഈ പ്രശ്നം നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാം. ഹലോ, ഗോഥെ പാത്വേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജർമ്മൻ ഭാഷയിലെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ A1 ലെവലിൽ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരൊറ്റ നിയമം മതി, നിങ്ങളുടെ സംസാരവും എഴുത്തും ഒരുപാട് മെച്ചപ്പെടും. അപ്പോൾ എന്തുകൊണ്ടാണ് ജർമ്മൻ നമുക്ക് തുടക്കത്തിൽ ഇത്ര കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നത്? പ്രധാന കാരണം ഒന്നേയുള്ളൂ: നമ്മുടെ മലയാളവും ജർമ്മനും തമ്മിൽ വാചകങ്ങൾ പറയുന്ന രീതിയിലുള്ള ഒരു വലിയ വ്യത്യാസം. ഈ വ്യത്യാസത്തിന്റെ എല്ലാം അടിസ്ഥാനം ക്രിയ അഥവാ വേർബിന്റെ സ്ഥാനമാണ്. വാ, നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ. മലയാളത്തിൽ നമ്മൾ എങ്ങനെയാ പറയുക? സബ്ജക്റ്റ്, പിന്നെ ഒബ്ജക്റ്റ്, എന്നിട്ട് ഏറ്റവും അവസാനം വെർബ് അല്ലേ? ഞാൻ വെള്ളം കുടിക്കുന്നു. കണ്ടോ, കുടിക്കുന്നു എന്ന വെർബ് അവസാനം വന്നു. എന്നാൽ ജർമ്മനിൽ നേരെ തിരിച്ചാണ് കളി. ആദ്യം സബ്ജക്റ്റ്, പിന്നെ നേരെ ചാടി വെർബ് വരും, എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഈ ട്രിങ്ക് വാസർ, കണ്ടോ വ്യത്യാസം? ഇതാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലുറപ്പിക്കേണ്ട പോയിന്റ്. അപ്പോൾ ഈ കൺഫ്യൂഷൻ മാറ്റാൻ ഒരു എളുപ്പവഴിയുണ്ടോ? തീർച്ചയായും ഉണ്ട്. അതിനൊരു ഗോൾഡൻ റൂൾ തന്നെയുണ്ട്. ജർമ്മൻ സെന്റൻസ് സ്ട്രക്ചറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമം. ആ നിയമം ഇത്രയുള്ളൂ: ദ വെർബ് ഈസ് കിങ്. അതെ, ക്രിയയാണ് രാജാവ്. ഒരു രാജാവിന് എങ്ങനെയാണോ ഒരു സിംഹാസനമുള്ളത്, അതുപോലെ ജർമ്മൻ വാക്യങ്ങളിൽ വെർബിന് ഒരു ഫിക്സഡ് സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് നിന്ന് അതിനെ ആർക്കും മാറ്റാൻ പറ്റില്ല. ഒന്നുകൂടി ക്ലിയറാക്കി പറഞ്ഞാൽ, ഒരു സാധാരണ ജർമ്മൻ വാക്യത്തിൽ, അതായത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ കോൺജുഗേറ്റഡ് വെർബ് എപ്പോഴും രണ്ടാമത്തെ സ്ഥാനത്ത് വരണം. പൊസിഷൻ 2. ഇത് നിങ്ങൾ A1 ലെവലിൽ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണെന്ന് ഓർക്കണം. ഈ ഉദാഹരണങ്ങളൊന്ന് നോക്കൂ. ആദ്യത്തെ വാചകത്തിൽ ഇഷ് ഒന്നാം സ്ഥാനത്ത്, കൊമ്മെ എന്ന വെർബ് രണ്ടാമത്തെ സ്ഥാനത്ത്. ഇനി രണ്ടാമത്തെ വാചകം നോക്കൂ. സബ്ജക്റ്റ് മാറി വിയറായി, എന്നിട്ടും ലെർണൻ എന്ന വെർബ് എവിടെയാ? അതെ, രണ്ടാമത്തെ സ്ഥാനത്ത് തന്നെ. അപ്പോൾ കാര്യം സിമ്പിളാണ്. സബ്ജക്റ്റ് ആരായാലും വെർബിന്റെ സ്ഥാനം മാറുന്നില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും സബ്ജക്റ്റ് വെച്ച് തന്നെ ഒരു വാചകം തുടങ്ങണോ? നിർബന്ധമുണ്ടോ? നമ്മൾ മലയാളത്തിൽ ഇന്ന് ഞാൻ വരുന്നു, നാളെ ഞങ്ങൾ പോകും എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ ജർമ്മനിലും സമയത്തെക്കുറിച്ച് പറയുന്ന വാക്ക് ആദ്യം വന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ രാജാവായ വെർബിന്റെ സ്ഥാനം മാറുമോ? ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഈ സ്ലൈഡിലേക്ക് നോക്കിക്കേ. ഹോയ്റ്റ്, അതായത് ഇന്ന് എന്ന വാക്ക് നമ്മൾ ഒന്നാം സ്ഥാനത്ത് വെച്ചു. അപ്പോഴെന്തുപറ്റി? ഇഷ് എന്ന സബ്ജക്റ്റ് നേരെ മൂന്നാം സ്ഥാനത്തേക്ക് മാറിപ്പോയി. പക്ഷേ നമ്മുടെ വെർബായ ലെർനെ കണ്ടോ? അത് അതിന്റെ രാജകീയമായ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒരിഞ്ച് മാറിയിട്ടില്ല. അപ്പോൾ ഇതാണ് നിയമം. ഒന്നാം സ്ഥാനത്ത് ആര് വന്നാലും പോയാലും വെർബ് എപ്പോഴും രണ്ടാമത് തന്നെ നിൽക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ നിയമം ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ മലയാളികൾ സ്ഥിരമായി വരുത്തുന്നൊരു തെറ്റുണ്ട്. അതെങ്ങനെ ഒഴിവാക്കാമെന്ന് നോക്കാം. നമ്മുടെ മലയാളത്തിന്റെ ഒരു ഓർമ്മ വെച്ച് ഇഷ് വാസട്രിങ്കെ എന്ന് ഒരിക്കലും പറയരുത്. അത് കട്ട തെറ്റാണ്. എപ്പോഴും ഓർക്കുക, രാജാവിനെ, അതായത് വേർബിനെ രണ്ടാമത്തെ സിംഹാസനത്തിൽ തന്നെ ഇരുത്തണം. അപ്പോൾ ശരിയായിട്ടുള്ളത് ഇഷ് ട്രിങ്കെ വാസർ എന്നാണ്. അതായത് ഒന്നുകിൽ സബ്ജക്റ്റ്, പിന്നെ വേർബ്, പിന്നെ ബാക്കിയുള്ളത്. അല്ലെങ്കിൽ സമയം, പിന്നെ വേർബ്, പിന്നെ സബ്ജക്റ്റ്. ശരി, നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യം നിങ്ങൾക്ക് എത്രത്തോളം പിടികിട്ടിയെന്ന് നോക്കാൻ ഒരു ചെറിയ ടെസ്റ്റ് ആയാലോ? ഈ വാക്കുകളൊന്ന് ശരിയായ ഓർഡറിലാക്കാമോ? വോൺസ്റ്റ്, ഇൻ ബെർലിൻ, ഡു. പിന്നെ ഒരു ചോദ്യചിഹ്നമുണ്ട്. ഇതൊരു ചോദ്യമാണ്. അപ്പോൾ ഓർക്കുക, ചോദ്യം വരുമ്പോൾ നമ്മുടെ നിയമത്തിൽ ഒരു കുഞ്ഞു മാറ്റമുണ്ട്. വെർബ് സാധാരണയായി ഒന്നാം സ്ഥാനത്തേക്ക് വരും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. നിങ്ങളുടെ ഉത്തരം എന്തായാലും താഴെ കമന്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ ഗോൾഡൻ റൂൾ മറക്കരുത്. സാധാരണ വാക്യങ്ങളിൽ വെർബ് ഇസ് ദ കിങ് ആൻഡ് ഇറ്റ്സ് പൊസിഷൻ ഇസ് ഓൾവേസ് ടു. ഇതുപോലുള്ള കൂടുതൽ ജർമ്മൻ ഗ്രാമർ ടിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.